വി ഡി സതീശൻ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തിനകത്തേക്കുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ ഈ മകൾ വീണയ്ക്കെതിരായിട്ടുള്ള ഈ സാമ്പത്തിക ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ പോലും അതിശക്തമായിട്ട് എതിർത്ത ആളല്ലേ വി ഡി സതീശൻ. എന്ന് വെച്ചാൽ മകളാണ് ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന് പോലും അല്ലല്ലോ വെച്ചത്. അതിശക്തമായിട്ട് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പദവിയെയും ആ വ്യക്തിയെയും ആ പാർട്ടിയെയും എതിർക്കുന്നയാളാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ വി ഡി സതീശൻ ഓണത്തിന് ഒരു മര്യാദക്ക് കേരളത്തിലെ ആളുകളെല്ലാവരും പരസ്പരം നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി ഇരിക്കുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ചു, ഒരു ചിരിച്ചൊരു ഫോട്ടോ വന്നു എന്ന് പറയുമ്പോഴേക്ക് ഇവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയാണ്. ഈ കെ സുധാകരൻ പറയുന്നത്, ഞാൻ അതിലേക്ക് വരാം, കെ സുധാകരൻ പറയുന്നത് മനസ്സിലാക്കാം. കാരണം കെ സുധാകരൻ എന്ന നേതാവിനെ കണ്ട് അറിയുന്ന കാലം തൊട്ട് അദ്ദേഹം പിണറായി വിജയനെതിരെ അതിശക്തമായിട്ട് എതിർക്കുന്നയാളാണ്. അവർ രണ്ടുപേരും ഒന്നും ചിരിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാനാണെങ്കിൽ ഇരിക്കില്ലായിരുന്നു എന്ന് കെ സുധാകരൻ പറഞ്ഞാൽ നമ്മൾ വസ്തുതാപരമായിട്ട് എടുക്കണം. മാത്രം അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലല്ലോ, ആ പദവിയിലുള്ള ആളല്ലോ, പോയി ഇരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് ഇവരെന്തൊരു മോശം കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സൈബർ ആളുകൾ. സതീശൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, സതീശൻ ആ പാർട്ടിയുടെ MLA-ക്കെതിരെ ഒരു തരത്തിലും ഡിഫൻസ് തീർക്കാൻ പറ്റാത്ത വിധം അങ്ങേയറ്റം മോശമായിട്ടുള്ള ആരോപണങ്ങളല്ല, പക്ഷേ നമ്മൾ പലപ്പോഴും പറഞ്ഞ തെളിവുകളാണ് വന്നത്. തെളിവുകൾ വന്നപ്പോൾ ആ പാർട്ടിയുടെ നേതാക്കൾ ആകെ ചേർന്നൊരു തീരുമാനമെടുത്തു, ഇയാൾ എതിർക്കാൻ വന്നോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞോ എതിർക്കാൻ? ഇല്ലല്ലോ, അയാൾ വീട്ടിൽ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കാര്യം എസ്റ്റാബ്ലിഷ്ഡാണ് ആളുകൾക്ക് മുമ്പിൽ. പക്ഷേ അപ്പോൾ പോലും സതീശൻ സ്വന്തം പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടല്ലേ സംസാരിച്ചത്. നമുക്ക് ഓർമ്മയില്ലേ, ആളുകളുടെ മുന്നിൽ അല്പം മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകോപിതനാകുന്ന വിധത്തിൽ അദ്ദേഹം CPM-നെ തന്നെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകൾ, മുകേഷ് അടക്കമുള്ള ആളുകൾ രാജിവെച്ചോ എന്ന് ചോദിച്ചു. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന നിലക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ, നമ്മളത് അന്നും പറഞ്ഞിട്ടുണ്ട്, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിനെതിരെ CPM-നും LDF-നെതിരെ പോരാടുക. അതേസമയം ഇയാൾ ചെയ്തിരിക്കുന്ന കുഴപ്പങ്ങളുടെ വലിപ്പം തിരിച്ചറിഞ്ഞിട്ട് അതിൽ ഉറച്ച നിലപാടെടുക്കുക. സമീപകാലത്ത് നമ്മൾ കണ്ട, എൻ്റെ വിലയിരുത്തൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുത്തിയ ആളാണ് ഈ വി ഡി സതീശൻ. ആ വി ഡി സതീശനൊപ്പമാണ് നിശ്ചയമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാരിൽ ബഹുഭൂരിപക്ഷം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഈ ഏതോ നിലക്കുണ്ടായി വന്ന ഈ സൈബർ പട, ഇയാൾ ചെയ്തിരിക്കുന്ന ഈ കുഴപ്പങ്ങളുണ്ടല്ലോ, ഈ കുഴപ്പങ്ങളുടെ ചില അംശങ്ങളുള്ള ഒരു സൈബർ പട ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ സൈബർ മേഖലയിൽ ചെയ്യുന്ന ഈ സാമ്പത്തികമായിട്ടോ മറ്റോ ഉള്ള പണം ചെലവഴിച്ചിട്ടോ മറ്റോ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇയാൾ ചെയ്തിരിക്കുന്ന കുഴപ്പങ്ങൾ അതേ മട്ടിൽ ഉള്ളിൽ വഹിക്കുന്ന ഒരു സംഘം ഇയാൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അല്ലാതെ ഒരു നിലക്കും പാർട്ടിക്കും മുന്നണിക്കും വേണ്ടി അല്ലാതെ സംസാരിക്കാതിരുന്ന വി ഡി സതീശനെതിരെ ഈ നിലക്ക് ആക്രമണം നടത്താൻ എങ്ങനെയാണ് ഇവർക്ക് പറ്റുക?